കൊറേ നാളത്തെ ആഗ്രഹമാണ് നമ്മളത്. അത് നമ്മള് ഇവിടെ പോയി വന്നപ്പോ, കൽപ്പാത്തി പോയി വന്നപ്പോ അവിടുന്ന് നമ്മള് കഴിച്ചൊരു പലഹാരാണ്. അതെ, പലഹാരാണ്. അപ്പൊ അതൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ചു. ശരിയാവും എന്താണെന്ന് അറിയില്ല കേട്ടോ, നല്ലൊന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് ട്രൈ. സാധാരണ നമ്മള് നൂൽപുട്ട ഉണ്ടാക്കാറ്, അത് പിന്നെ എക്സ്പെർട്ട് ആയിട്ട് ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഒന്ന് ഉണ്ടാക്കണ എന്താ വെച്ചാ സേവയാണ് കേട്ടോ ഉണ്ടാക്കണത്. സേവയും സാമ്പാറും. ചിലവര് സേവയും ചട്ടണിയും അങ്ങനെ ഉണ്ടാക്കും. നമ്മളൊന്ന് സാമ്പാറാണ് ഉണ്ടാക്കണത്. അപ്പൊ നമ്മ പച്ചരി അല്ലേ നമ്മടുത്തെ? അത് പച്ചരിയാണ്. പച്ചരി നല്ല കുതിർത്തിയിട്ട് നല്ല നൈസായി അരച്ചതാണ്. നൂൽപുട്ടിന്റെ പൊടി കൊണ്ട് അങ്ങനെ നോക്കാം, വേണ്ടവർക്ക് ശരിയാവും. നമ്മൾ നൂൽപുട്ടൊക്കെ ശരിയാവാറുണ്ട് അങ്ങനെ. ഇതിപ്പോ ആദ്യമായിട്ടൊന്ന് പരീക്ഷിക്കുകയാണ്. അതെങ്ങനെയാ വെച്ചാല് ആദ്യം ഒന്ന് വിരകിയെടുക്കണം. വെള്ളം നല്ലോണം ഒഴിച്ചിട്ട് ഒരുവിധം കുറഞ്ഞതാവണ കുറുക്കിയെടുക്കുക. അപ്പൊ ഇത് തന്നെ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ എന്നിട്ട് ഉരുള പാകാവില്ലേ, എന്നിട്ട് നമ്മൾ ആവിയില് അത് വേവിച്ചിട്ട് വേണം പുരിയാൻ. പിഴിയല്ലേ പീച്ച. അപ്പൊ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. മറവിട്ട് കുറേശ്ശെ പോ. വയസ്സായില്ലേ? വയസ്സോ? 1 കിലോ വയസ്സായില്ലേ അല്ലേ? വയസ്സൊന്നൊരു വിഷയല്ലേ അമ്മ? അതെ. എന്നാലും മുത്തശ്ശി ഇത്ര പ്രായത്തെ എല്ലാ പണിയെടുക്കണ്ടല്ലോ. നമുക്ക് ഇപ്പൊ തന്നെ വയ്യ, കാലുവേദനയും ഒക്കെയാണ്. ഗ്യാസ് എത്തിക്കണ്ടേ? വെള്ളം ഒന്ന് റെഡിയാക്കട്ടെ. വെള്ളത്തിൽ ഇങ്ങനെ വറ്റിച്ചെടുക്കണം, വെള്ളാക്കിട്ട്. ഒന്ന് കൽപ്പാത്തി പോയപ്പോ അവിടെ സേവി സാമ്പാറും ഇപ്പോഴും നാവിലെ രുചി വരുന്നു. ദിവ്യമ്മയുടെ ചേച്ചിയുടെ അവിടെ നമ്മള് കഴിച്ചത്. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യം ഓർത്തു ചേച്ചി ഉണ്ടാക്കിയതാന്ന് വെച്ചാൽ റെസിപ്പി പറയുമോന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് അവിടെ ഇങ്ങനെ വാങ്ങിക്കാൻ എല്ലായിടത്തും കിട്ടുത്ര. ആ ശരിക്കും നമ്മളിവിടേക്ക് അങ്ങനെയൊക്കെ തുടങ്ങിയല്ലേ. അതൊക്കെ ഉണ്ട് ബ്രാഹ്മിൻസിന്റെ. ഇവിടെ വെറും അൽഫാമും ഷവർമയും കുഴിമന്തിയേ ഉള്ളൂ, ഇങ്ങനത്തെ ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലും കൂടി ഇല്ല. പോണെങ്കി വരുന്നോണ്ട് വരെ പോണം. ഒരു കമന്റ് കണ്ടിരുന്നേ, മുത്തശ്ശിക്ക് വീട്ടിലെ ഊണ് തുടങ്ങിക്കൂടെ? നമ്മള് കാറ്ററിംഗ് ചെയ്ത് മടുത്തു പറയാ അങ്ങനെ. പിന്നെ ദേഹത്തിൽ ഓരോ വയ്യായും കാര്യങ്ങളൊക്കെ ആയിട്ട് നിർത്തിയില്ല. പക്ഷെ അത്രയ്ക്ക് ഇങ്ങോട്ട് വയ്യ. കഴിഞ്ഞ വിളമ്പി കൊടുക്കുക, അതിന്റെ പാത്രങ്ങളൊക്കെ വൃത്തിയൊക്കെ. പിന്നെ ആൾക്കാരൊക്കെ വെച്ച് ചെയ്യുമ്പോ നമുക്ക് അതിന് വലിയ മെച്ചമൊന്നും കിട്ടില്ല. നമ്മളെന്താ വെച്ചാ കൊടുക്കുമ്പോ അതിനനുസരിച്ച് എല്ലാ സ്ഥലത്തായിട്ടും കുറച്ച് പൈസ കുറച്ച് കൊടുക്കണ്ടേ നമ്മളാവുമ്പോ. അതെ, ലോണൊക്കെ ആവുമ്പോ. അപ്പൊ എന്നാ ഗ്യാസ് എത്തിച്ചാലോ? കത്തിക്കട്ടെ. ഉപ്പിട്ടോ? ഒരു 8 ഉപ്പ് കൊണ്ടുവരാം. ഈ രീതിയിൽ ഓണാക്കിയാണ് നോക്ക്. ഓണാക്കിട്ട് ഇപ്പൊ കുറച്ച് പൊടിയൊക്കെ ഇട്ടു, നല്ലോണം ഇളക്കി കൊടുക്കാം. ഞാൻ അമ്പലത്തിൽ പോയത് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. ഇനി ഇത് കുറുകി വരണോ? കുറുകണം. നമ്മള് മറ്റേ വേറെന്തോ ഉണ്ടാക്കല്ലോ. അല്ല, അല്ലാണ്ട് എന്തോ ഇവരെന്തോ ഉണ്ടാക്കുമല്ലോ, പത്തിരി. പത്തിരിക്ക് ഇങ്ങനെ അല്ലേ? ഞാൻ നോക്കിയിട്ടില്ല, ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പക്ഷെ ഇത്രക്ക് വെള്ളമില്ല. ഇനി ഏതായാലും കുറുകട്ടെ, അപ്പൊ കാണിക്കാം. കുറച്ചിങ്ങനെ ആവട്ടെ. നല്ല പത്തുണ്ടാവും, ഞങ്ങൾ കാത്തിക്കോളും. കണ്ട പാല് പോലെ ഉണ്ട്. സാധനം കണ്ടാ പഴം പാടിയാണ്. അതാ ഇനിയിപ്പോ ഇത് ശരിയാവാ ഞാൻ പറഞ്ഞിട്ട് പറയും മുത്തശ്ശി. അല്ല, ഇത്ര വെള്ളം വേണോ ശരിക്കും? നല്ല വേവും വേണ്ട, എന്നൊരുവിധ ആവ് വേണേനും. നമ്മൾ അരിക്കൊണ്ടാട്ടത്തിനൊക്കെ അങ്ങനെ വരകാറുണ്ട്. അരിക്കൊണ്ടാട്ടൊക്കെ ആറ്റുണ്ടാക്കിയിരുന്നു, അത് നിർത്തി വെച്ചതാ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാക്കി ഉണ്ടാക്കിയിട്ട് നല്ല ഉണ്ടല്ല ഇങ്ങനെ രീതിയിലാണ്. പിന്നെ പപ്പടം ഉണ്ടാക്കാൻ ഇങ്ങനെ വരകില്ല. എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ധൃതിയുണ്ട്, അത് മറന്നു. ശരിക്കും ആദ്യം വെളിച്ചെണ്ണ വെക്കണം കേട്ടോ, പെട്ടെന്ന് മറന്നു. ഇപ്പോഴാണ് അമ്മയ്ക്ക് ഓർമ്മ വന്നത്, ഞാനും മറന്നു.
ഞാനും മറന്നു, എന്റെ അമ്മയും മറന്നു പറഞ്ഞ പോലെ. കുറുക്കാൻ തുടങ്ങിയിട്ടല്ലേ? ആയിക്കൊണ്ടിരിക്കൂ. കത്ത കുത്തി വരുന്നുണ്ട്. റെഡി ആവാറായി. ഇത് റെഡിയെ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നിർത്തിയാണ് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളൊന്ന് വേവിക്കേ, ഒന്നും കൂടെ ഇതാവൂല. ഈ രീതിയിലാണ് വേണ്ടത്. അപ്പം ഇത് വേറെയൊക്കെ ഒന്ന് പകർത്തി കൊടുക്കട്ടെ. ഇതിലിരുന്നേ കട്ട കുത്തി അടിഭാഗം അല്ലാതെ കട്ടിയാവും. കട്ടിയാവും. അപ്പൊ പിന്നെ പുഴിഞ്ഞാലും ശരിയാവില്ല. ഞാൻ പിടിക്കണം. ഈ ചട്ടുക സുഖല്ലേ? ഇതാണ് വിലയുള്ള ചട്ടുക. അതിൽ 1 കിലോ പൊടിയപ്പത് അരി. 1 കിലോ അരി. ചൂടുണ്ടോ? ചൂടൊന്നും ആയിട്ടില്ല. കനാണ്, ചൂടല്ല. വെളിച്ചെണ്ണ ഒഴിക്കണത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാവും അല്ലേ? ശരിക്കും ആദ്യം ഒഴിക്കണം കേട്ടോ, ഞങ്ങള് മറന്നതാണ്. നല്ല പാചകക്കാരാണ്. അല്ല, പാചകക്കാർക്കും പ്രശ്നം വന്നിട്ടില്ല. അല്ല, ഒന്നാമത് ഇത് ആദ്യമായിട്ട് നമ്മൾ അതെ അതെ. ഞങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുകയല്ലേ. അപ്പൊ ചിലപ്പോ ഒരു മറവി വരില്ല. അതെ. ഇത് ചൂടാറണം അമ്മ. ഇനി ഇത് എങ്ങനെയാ പറയൂ ഇതിനെ പറ്റി? തുള്ളി പോയാലേ ഇതിനെ പറ്റി പറയൂ. ഇതൊന്ന് ഉരുട്ടാൻ പാകത്തിന് ചൂടാറണം. ഒന്ന് ചൂട് പോയിട്ട് ഉരുട്ടിയിട്ട് നമ്മള് ഇതുപോലെ ഇഡ്ഡലി പാത്രത്തില് വേവിക്കാം. എന്നിട്ട് പിച്ച് കൊടുക്കുക. അതെ, അതൊരു 10 മിനിറ്റാണ് പറഞ്ഞു തന്നത് കേട്ടോ. ആവിയില് വേവിക്കാൻ. അതെ, 10-12 മിനിറ്റ്. അപ്പൊ അതായിട്ട് പിന്നെ പീച്ച്. ഓക്കെ ഓക്കെ. നമ്മള് കഴിക്കുക, വറുത്തിട്ടെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കുക. വിവരങ്ങൾ അപ്പ പറയാം. ഓക്കെ ഓക്കെ. എന്തായാലും ഓരോന്നോരോന്നായി കാണിക്കാട്ടോ. എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാലോ. അപ്പൊ നമ്മള് കുറച്ചുകൂടെ ഒന്ന് വെളിച്ചെണ്ണ അതില് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒഴിക്കുക കേട്ടോ, ഉരുട്ടി വെക്കാൻ വേണ്ടിയിട്ട്. നമ്മ സാരി മാറ്റിയോ? ഞാൻ സാരി മാറ്റി. ഞാൻ പറഞ്ഞില്ല, ഞാൻ അമ്പലത്തിൽ പോയിട്ട് അത് നൂൽപുട്ടിനും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഉരുളവിട്ട കുറച്ച് ഉഷാറായിട്ട് വേഗം തുടങ്ങിക്കോട്ടെ. ചൂടുണ്ടോ? ചെറിയ ചൂടുണ്ട്. ഇട്ടാലേ ചൂടുണ്ട്. വല്ലാതെ വല്ലാക്കണ്ട. വയ്യാ ചെറുതിലല്ലേ. അതെ, എന്നാലും ഇത്ര വേണ്ടേ? അത്ര ഉണ്ടായിക്കോട്ടെ. വേണം. ഒന്നിങ്ങനെ ഞെക്കൂ കൈകൊണ്ട്. അല്ലേ, നമ്മള് നൂൽപുട്ടിന് തിരിക്കണേലല്ല. അതിലാണെങ്കിൽ സുഖാണ്. പിന്നെ ഇത്ര ല്ലേ? അതാ അത്ര വലുത് വേണ്ടേ, പറ്റണ്ടേ? അങ്ങനെയൊക്കെ ഞാൻ നോക്കി നോക്കാം പറ്റും. അല്ലെങ്കിൽ അപ്പം മുറിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഉണ്ടയല്ല, ഈ രീതിയിലാണ് അജിട്ടോ ചെയ്യണത്. ചിലപ്പോ 2 വേണ്ടി വരും. ചിലത് ചെറുതാ. ഞാൻ ആക്കി വെച്ചത് ഇന്റെ കേട്ടോ ഞാൻ പറഞ്ഞ 2 എടുത്ത. മുത്തശ്ശിയുടെ പിന്നെ വലിപ്പുണ്ട്. ഒട്ടലുണ്ടോ? അരിയുടെ മാറ്റാവും. ചില പച്ചരി ഞാൻ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു. ഞാൻ പ്രസന്റേഷനിൽ പഠിക്കുന്ന സമയത്ത് ഉപ്പിന്റെ കഥ ഉണ്ട്. ഉപ്പ് നമുക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ്. ഉപ്പ് കഴുതയാണോ? കഴുതയല്ല, ഞാൻ പറഞ്ഞുതരാം. ഒരു രാജാവ് ഒരു സദ്യ നടത്തി. രാജാവിന്റെ മകളെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പൊ നല്ല കേമായി കൊറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി. കഥയാണ് കേട്ടോ, ഞാൻ പഠിച്ചിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ഒക്കെ കേമാക്കി ആൾക്കാരൊക്കെ കുറെ ആൾക്കാരൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ നല്ല ഇതിൽ നടത്തി. എല്ലാരും ഭക്ഷണം കഴിക്കായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഭക്ഷണം കഴിക്കായിരുന്നപ്പോ അതിൽ ആരും ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പൊ എല്ലാരും പറയാണ് നമ്മള് ഉപ്പ് ചില കൂടിയ ഇതാണ്, പക്ഷെ ഇല്ലെങ്കിലും അതിൻ്റെതായ കുറവുകൾ ഉണ്ട് പറയാ. അമ്മ ഉപ്പിന്റെ കഥ പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അതുകൊണ്ട് എല്ലാരും പറഞ്ഞേ, അയ്യോ സദ്യയൊക്കെ നല്ല ഇതുണ്ട്, പക്ഷെ എന്താ പറയാ കല്യാണം ഇതൊക്കെ ഭംഗിയായി, പക്ഷെ സദ്യ അങ്ങോട്ട് ഉഷാറായില്ല, ഉപ്പില്ലാതെ ആർക്കും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു കഥയാണ്. ഓ അങ്ങനെ. അപ്പൊ അത് ഓർമ്മ വന്നു. എന്നിട്ട് എല്ലാരും ഭക്ഷണത്തിന് ഇങ്ങനെ പറഞ്ഞിട്ട്
എല്ലാരും നീറ്റ് പോയി കഴിക്കാൻ പറ്റാത്തോണ്ട്. കഥയാണ് കേട്ടോ. കഥ തന്നെയാണ്. ആര് എവിടെ ഇപ്പൊ ഇങ്ങനെ നടക്കില്ല. അത് ആൾക്കാർ ഉപ്പിന് അത്ര വിലയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് കഥ ഇറക്കി. അതെ അതെ അതന്നെയാണ് അമ്മ പറഞ്ഞ തന്നെ. ഒരു മോറൽ സ്റ്റോറി എന്ന് പറയാം അങ്ങനത്തെ ഒരു കഥ. ഉപ്പിന്റെ വില എന്ന് പറഞ്ഞിട്ടുള്ള കഥ ഞാൻ 2-ലോ 3-ലൊക്കെ പഠിക്കുമ്പോഴാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഏതായാലും ഉരുളകളൊക്കെ ഇത്രയായി വന്നിട്ടുണ്ട്. ഇതൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവി കയറ്റാൻ വെക്കാം. ഇവിടെ വെള്ളം തളച്ചു. നമ്മൾ ഉരുട്ടി വെച്ചതൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് ആയാലും റെഡി ആയിട്ടോ. പിടിക്കാൻ വെച്ചോളൂ. ചൂടുണ്ടോ? ആ കുറച്ചൊരിതുണ്ട്. നിന്ന് ആവി വരണ്ടേ. മുത്തശ്ശിക്ക് എത്ര ചൂടായാലും ഉള്ളില്ല പറയും. റെഡി ആവി വരുമ്പോഴേ മുത്തച്ഛന്റെ ഒരു അനുഗ്രഹം പോലെ. മുത്തച്ഛൻ എങ്ങനെയാണ് ചൂടൊന്നും പ്രശ്നമില്ല. അപ്പൊ ഇനി ഇത് അടച്ചു വെക്കാം. ഇതല്ലേ അടച്ചു വെച്ചോ. ഈ ഒരു 10 മിനിറ്റ് ആയാലായി. 10-ഓ 12-ഓ ഇത്ര മതി കേട്ടോ. അതൊക്കെ ഒരുവിധം വെന്തതല്ലേ. ഗ്യാസ് ഓഫ് ആക്കാണ്. അപ്പൊ ഇനി തുറന്നു നോക്കാം എങ്ങനെയുണ്ട്. കണ്ടാലൊക്കെ നല്ല ഉഷാറാ. ഇനി നമുക്ക് പീച്ച് നോക്കാം. ബീച്ച് എന്താ അവസ്ഥ? നേരെ ഞാൻ മതിയായിരുന്നു ഗുരുവായൂരപ്പ. ശരിയാവൂ നോക്കാം. അല്ലേ നമുക്ക് കൊഴുക്കട്ട കഴിക്കാം. ആയത്തതല്ലേ. കൊഴുക്കട്ടയും സാമ്പാറും. ഇത് ചൂടാറാൻ വേണ്ടി വേറെ ഇതിലേക്ക് ആക്കിയണ്ടേ? ആ ഉരുളിയിലേക്ക് തന്നെ ഇട്ടൂടെ എന്നാ? പീച്ച് ഉരുളിയിലേക്ക് അല്ല, കുഴച്ച വെച്ച ഉരുളിയിലേക്ക്. നേരത്തെ എടുത്തില്ല. എടുത്തിട്ടു. ഞാൻ കഴിഞ്ഞു വിചാരിച്ചു. എന്തായാലും തിരിച്ചു നോക്കട്ടെ. അമ്മ നൂൽപുട്ടിന്റെ പോലത്തെ അതെല്ലാം എടുത്ത് അല്ല കുറച്ച് വലിപ്പുണ്ടോ? ഇത് വെന്തിട്ടില്ലല്ലേ, അതുകൊണ്ടാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെ വലിപ്പം വരും അമ്മ. മറ്റൊരു പച്ച നമുക്ക് മറ്റേലൊന്ന് നോക്കി നോക്കട്ടെ. ഇത് അങ്ങോട്ട് വെച്ചോളൂ. അതില് ഉള്ളിലുണ്ടോ അറിയില്ല. നിറച്ചോളൂ. പീച്ചു പീച്ചു. അതിന് പറ്റും. ഓ ഇത് കുറച്ച് പണിയാ. മറ്റേന്ന് മതി. ഇത് അയ്യ എനിക്ക് ഇടുക അമ്മ. ആക്കും വയ്ക്കില്ല. ഞാൻ വെറുതെ നോക്കാൻ. അല്ല ഒന്നാമത് അമ്മ കുറച്ചേലും ഇട്ടിട്ടുള്ളൂ. കുറച്ചും കൂടി ഒന്ന് എടുത്ത് നോക്കൂ. വേണ്ട കേട്ടോ, ഒന്നാ തന്നെ പറ്റില്ലെന്ന് പറഞ്ഞാ പിന്നെ ഇനി കുറച്ച് അടിഭാഗം അതാണ്. അങ്ങനെ നോക്കട്ടെ. അമ്മ ഒരു ഉണ്ടെങ്കിൽ കൂടെ അതിലിടും. ഇതേതായാലും നൈസായിട്ട് കേട്ടോ. പക്ഷെ അതാവും നന്നാവും അല്ലേ. ഇത് കുറച്ച് പണിയാ തോന്നുന്നു. ആണുങ്ങൾക്ക് പറ്റും. നാണങ്ങൾ ഒളിച്ചാലോ? ശശി കഴിക്കാതെ ചെയ്യണ്ടാവില്ല. ഇതിന്റെ പണിയൊന്നും അറിയില്ല. ഇത് കാണുമ്പോ തന്നെ ഇന്ന് ഇതാ എളുപ്പം. അതാ എളുപ്പം എനിക്ക് തോന്നുന്നു. ഇതില് നോക്കി നോക്കട്ടെ. ശരിയല്ല ചാന എടുക്കാം. ഇത് വേണ്ട ഇത് വേണ്ട. പിന്നെ അതുമല്ല, അത് പുറത്തേക്ക് ഇങ്ങോട്ട് ചാടുകയാണേ. ഇതാകുമ്പോ പിന്നെ അതിന്റെ ഉള്ളിൽ ഇരുന്നോളും. അപ്പൊ എന്നാ ഇതൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മള് വറുത്തിടുമ്പോ കാണിക്കാം. കുറച്ചു നേരത്തെ പണിയുണ്ട്. വറുത്തിട് കഴിയോ? എന്തൊക്കെയാ വറുത്തിടുന്നേ? കടുക്, മുളക്, ഉണക്കമുളക് കിട്ടോ. പിന്നെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില. കടുക് ആദ്യം കടുക് ഇട്ട് കൊടുക്കട്ടോ. കടലപ്പരിപ്പ് വേണം. അത് കുറച്ച് കേട്ടോ. കറിവേപ്പില കടുക് പൊട്ടിത്തെറിക്കാതിരിക്കാൻ ഒരു സൂത്രം പറയട്ടെ ഞാൻ. അല്ലല്ല, വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോഴേ ഒരു തരി ഉപ്പിടുക. എന്നിട്ട് കടുക് വറുത്തിട്ടാൽ നോ പൊട്ടിത്തെറിക്കൽ. നമ്മളൊരു പിന്നെ സേവയുടെ ഉണ്ട മുത്തശ്ശി ഗണപതിക്ക് കൊടുത്തു. കെട്ടുവോ? ഞാൻ താഴ്ത്തിണ്ടായിരുന്നു. നമ്മളെ സേവയൊക്കെ ഇടുക കേട്ടോ. കാത്തിട്ടോളമ്മ ചെയ്യണ്ട.
നല്ല ഉടുപ്പ് അല്ലേ? ഹേയ്, ഓപ്പൺ ഉള്ള ഉടുപ്പാ? അതെ, ആണോ? അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി ഞങ്ങൾ എല്ലാരും കഴിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ബൈ. ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകാൻ നോക്കട്ടെ.